Hi friends, എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ഹിമാലയനിലെ ഒരു ചെറിയൊരു മോഡിഫിക്കേഷൻ ചെയ്യാൻ പോവുകയാണ്. മോഡിഫിക്കേഷൻ ചെയ്യുന്നത് നമ്മുടെ ക്ലച്ചിൻ്റെ ആ ഒരു കേബിളിലാണ്. സംഭവം എന്ന് വെച്ചാൽ എൻ്റെ ഈ ക്ലച്ച് ലിവർ ഉണ്ടല്ലോ, ക്ലച്ച് ലിവർ പിടിക്കാൻ കുറച്ച് ടൈറ്റാണ്. ടൈറ്റ് എന്ന് വെച്ചാൽ വണ്ടി ഓട്ടിക്കാനുള്ളതുള്ള ബുദ്ധിമുട്ടൊന്നുമില്ല. നമ്മളിപ്പം നല്ലൊരു ട്രാഫിക്കിലാണ് വണ്ടി ഓട്ടിക്കുന്നതെങ്കിൽ ക്ലച്ച് പിടിച്ച് ഡൗണും ചെയ്ത് അപ്പും ചെയ്ത് ഹാഫ് ക്ലച്ചൊക്കെ പിടിച്ച് വരുമ്പോഴത്തേക്കും കൈ നല്ല വേദന എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ടൈറ്റ്നെസ് കുറച്ച് കുറയ്ക്കാനായിട്ട് ഞാൻ കുറേ അന്വേഷിച്ചപ്പോഴത്തേക്കും കൂട്ടുകാർ പറഞ്ഞു ഹൈഡ്രോളിക് ക്ലച്ച് ആക്കണം. അപ്പോൾ ഹൈഡ്രോളിക് ക്ലച്ച് ആക്കാൻ ഏകദേശം 10,000 രൂപ ചിലവ് വരും. അപ്പോഴത്തേക്കും ഞാൻ കുറേ അന്വേഷിച്ചപ്പോഴത്തേക്കും നമ്മുടെ ബാംഗ്ലൂർ ബേസ്ഡ് ആയിട്ടുള്ളൊരു പെർഫോമൻസ് കമ്പനിയുണ്ട്. വെച്ചാൽ ആഫ്റ്റർ മാർക്കറ്റായിട്ട് പെർഫോമൻസ് എക്യുപ്മെൻറ്റ്സ് ഒക്കെ ഉണ്ടാക്കുന്ന ഒരു പ്രോസ്പെക് എന്ന് പറഞ്ഞൊരു കമ്പനിയുണ്ട്. അവരുടെ ഒരു ഈസി ക്ലച്ച് എന്ന് പറഞ്ഞൊരു സിസ്റ്റം ഉണ്ട്. 3200 രൂപയാണ് ബുള്ളറ്റിനൊക്കെ വരുന്ന ആ ഒരു സിസ്റ്റത്തിൻ്റെ വില. അപ്പം ആ സാധനം ഞാൻ മേടിച്ചായിരുന്നു. അപ്പോൾ അത് ഈ ഒരു ക്ലച്ച് കേബിളിൽ നമ്മളിത് ഘടിപ്പിക്കും. ഒരു യൂണിറ്റ് പോലത്തെ ഒരു സാധനമാണ്, ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ അത് വയ്ക്കുമ്പോഴത്തേക്കും നമ്മുടെ ക്ലച്ചിൻ്റെ ആ ഒരു ടെൻഷൻ കുറയ്ക്കാൻ പറ്റും എന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. നമുക്ക് വെച്ച് നോക്കാം. ഈ പ്രോസ്പെക്കിൻ്റെ ഈസി ക്ലച്ച് എന്ന് പറഞ്ഞാൽ ഈ ഒരു സിസ്റ്റത്തിൻ്റെ വില കമ്പനി വെബ്സൈറ്റിൽ 3200 രൂപയും ആമസോണിൽ 3228 രൂപയാണ്. 28 രൂപ കൂടുതലാണ് ആമസോണിൽ. ഞാൻ എന്നിട്ടും ആമസോണിൽ നിന്നാണ് വാങ്ങിച്ചത്. കാര്യം എന്ന് വെച്ചാൽ 10 ദിവസം റിട്ടേൺ ഉണ്ട്. ഇൻ കേസ് ഈ ഒരു സാധനം വെച്ചിട്ട് ഞാൻ വിചാരിച്ച പോലെ ഒരു എഫക്റ്റ് കിട്ടിയില്ല എങ്കിൽ തിരിച്ച് കൊടുക്കാം എന്ന രീതിയിലാണ് ആമസോണിൽ നിന്ന് വാങ്ങിച്ചത്. കമ്പനി വെബ്സൈറ്റിൽ നിന്ന് വാങ്ങിച്ചാലും തിരിച്ച് റിട്ടേൺ ചെയ്യാൻ പറ്റും. പക്ഷേ അത് കുറേ കാര്യങ്ങളുണ്ട്. നമ്മൾ മെയിൽ അയക്കണം. അവർ പറയും ഇങ്ങനെ ചെയ്ത് നോക്കാനൊക്കെ പറയും. ഇങ്ങനെ ചെയ്ത് നോക്കിയിട്ട് നമുക്ക് എഫക്റ്റ് ഇല്ലെങ്കിൽ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് കാര്യങ്ങൾ കഴിഞ്ഞിട്ട് അവർ റിട്ടേൺ എടുക്കത്തുള്ളൂ. അതുകൊണ്ട് ഡയറക്റ്റ് ഞാൻ ആമസോണിൽ നിന്നാണ് വാങ്ങിച്ചത്. 28 രൂപ കൂടുതലാണ്. അപ്പോൾ ഇന്നലെ ഈ സാധനം വന്നിട്ടുണ്ടായിരുന്നു. കണ്ട, ഇതാണ് ഈ സാധനം. ഇതാണ് ഇതിൻ്റെ ഒരു സിസ്റ്റം. ഇതിൻ്റെ അകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം. ഇതാണ് ആ ക്ലച്ചിൻ്റെ ആ ഒരു ടെൻഷൻ കുറയ്ക്കാനുള്ള ആ ഒരു കേബിൾ സിസ്റ്റം. ഈ ഒരു കൺസോളിലാണ് ആക്ച്വലി വർക്കിംഗ് ഇരിക്കുന്നത്. ഈ ഒരു സിസ്റ്റം ഉണ്ടല്ലോ, ഇതിൻ്റെ അകത്താണ് ആക്ച്വലി അതിൻ്റെ വർക്കിംഗ് ഫംഗ്ഷൻ ഇരിക്കുന്നത്. ഇതിലൊരു ചെറിയൊരു കേബിൾ ഇതിലോട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇത് അത്യാവശ്യം ഹെവി കേബിളാണ് ഇതിൽ വന്നിരിക്കുന്നത്. ഇതിന്ന് പോണ കേബിളും കുറച്ച് ഹെവിയാണ്. ഇതിപ്പോൾ ഈ ഒരു കൺസോളിൻ്റെ അകത്തുള്ള സിസ്റ്റം ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു. അതിന് മുമ്പ് ഇതിൻ്റെ അകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം. പിന്നെ ഇതിൻ്റെ അകത്ത് പ്രോസ്പെക് പെർഫോമൻസ് പാർട്സ് എന്ന് എഴുതിയ ഒരു കീ ചെയിൻ തന്നിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് നമ്മുടെ ആ ക്ലച്ചിൻ്റെ മുകളിൽ വയ്ക്കുന്ന ആ ഒരു ബോൾട്ടും പിന്നെ ഒരു 2-3 ടാക്സ് കെട്ടാനായിട്ട് കുറച്ച് ടാക്സും തന്നിട്ടുണ്ട്. ഇത്രയാണ് ഇതിൻ്റെ അകത്ത് അവർ തന്നിരിക്കുന്ന സാധനങ്ങൾ. നമുക്കിത് തുറന്ന് നോക്കാം. ഇത് അലങ്കിയാണ്. ഇതിൻ്റെ അകത്തൊരു 3 അലങ്കി ബോൾട്ട് ഉണ്ടായിരുന്നു. അത് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ അകത്തുള്ള കൺസോള്. ഇവിടെ ഒരു കേബിൾ കണക്ട് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. ഇവിടെ ഒരു കേബിൾ കണക്ട് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. ഇവിടെ ഒരു ബെയറിങ്ങിലോട്ടാണ് ഈ ഒരു സിസ്റ്റം കണക്റ്റ് ആയിരിക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് വേണമെങ്കിൽ നമുക്കിത് തുറന്ന് ഇതിൻ്റെ അകത്ത് ഗ്രീസ് ഓയിലൊക്കെ ഇടാമെന്ന് കമ്പനി പറയുന്നുണ്ട്. ഈ ഒരു പാക്കേജിൻ്റെ കൂടെ അവരൊരു ഇൻസ്ട്രക്ഷൻ മാനുവലും കൂടെ തന്നിട്ടുണ്ട്. ഫിഗർ എ, ഫിഗർ ബി, ഫിഗർ സി എന്ന് പറഞ്ഞ 3 ഫോട്ടോസും കൊടുത്തിട്ടിട്ട് ഇതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇത്രയാണ് ഇതിൻ്റെ അകത്തുള്ള ആ ഒരു സിസ്റ്റം. നമുക്ക് ഇത് അടച്ചു വയ്ക്കാം. ഇത് ഫിറ്റ് ചെയ്യുന്നത് ജസ്റ്റ് കാണിച്ചു തരാം. ഈ ഒരു റബ്ബർ ഈ സാധനം വരുന്ന ഈ ഒരു കേബിളിൻ്റെ ഉണ്ട് ഈ പോർഷൻ, ലിവറിൻ്റെ ഈ പോർഷനിൽ വരണം. പിന്നെ കേബിൾ ഇതിൻ്റെ അകത്ത് കൂടെ ഇറക്കി ഇവിടെ എത്തുന്നുണ്ട്. നമുക്ക് കൺസോൾ ആ ഒരു കൺസോൾ ഇവിടെ കാണാൻ പറ്റും. മുകളിൽ നിന്ന് വരുന്ന കേബിൾ ഈ കൺസോളിലോട്ട് വന്നിട്ടുണ്ട്. ഈ കൺസോളിന് വേറൊരു കേബിള് ഇതിൻ്റെ അകത്ത് കൂടെ ഈ ഒരു ക്ലച്ച് സിസ്റ്റത്തിലോട്ട് നമ്മൾ കണക്ട് ചെയ്യും.
അപ്പോൾ നമ്മൾ ഈ വണ്ടിയിൽ മറ്റേ ഈസി ക്ലച്ച് എന്ന് പറഞ്ഞ സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. കണ്ടോ, ഈ ഒരു പുതിയൊരു കേബിൾ സിസ്റ്റമാണ് ഇതിൽ. ഈ ക്ലച്ച് ലിവർ എന്ന സാധാ സ്റ്റോക്ക് ക്ലച്ച് കേബിൾ പോണ റൂട്ടിൽ തന്നെയാണ് ഈ ക്ലച്ച് കേബിൾ എടുത്തിട്ടുള്ളത്. കണ്ടോ, പോയിട്ട് വന്നിട്ട് ഈ ഒരു കൺസോളിലോട്ട് വന്നിട്ടുണ്ട്. കണ്ടോ, ഇതാണ് ആക്ച്വലി ഈസി ക്ലച്ചിൻ്റെ ആ ഒരു മോഡ്യൂൾ. കണ്ടോ, ഇത് വരെ ആക്ച്വലി ഒരു കേബിളാണ്. പിന്നെ ഇതിൻ്റെ അകത്തുനിന്ന് വേറൊരു കേബിൾ സ്റ്റാർട്ട് ചെയ്ത് നേരെ നമ്മുടെ ക്ലച്ചിൻ്റെ ആ ഒരു സിസ്റ്റത്തിലോട്ട് പോയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ ആക്ച്വലി ആ ഒരു സിസ്റ്റം, ആ ഒരു റൂട്ട് പോകണത് അത്രയേ ഉള്ളൂ. അത് വെച്ച ശേഷം ക്ലച്ച് നല്ല സ്മൂത്തായി. കണ്ട, ഒരു വിരലൊക്കെ വെച്ചുവാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. കണ്ട, മുമ്പൊന്നും ഒരു വിരൽ വെച്ചൊന്നും ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. കണ്ട, അത്രയും കുറച്ച് നല്ല സ്മൂത്തായി. ഇത്രയേ ഉള്ളൂ സിസ്റ്റം. പിന്നെ ഇത് വെച്ച ശേഷം ക്ലച്ച് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് അവിടെയും ഇവിടെയൊക്കെ ലൂസ് ചെയ്തിട്ടാണ് ക്ലച്ച് കറക്റ്റ് ആ ഒരു പൊസിഷനിൽ അഡ്ജസ്റ്റ് ചെയ്തത്. അപ്പം നിങ്ങളെല്ലാം ഒരു മെക്കാനിക്കിൻ്റെ അവിടെ പോയിട്ട് ഇത് ഫിറ്റ് ചെയ്യുന്നതാണ് നല്ലത്. അപ്പം എനിക്ക് കുറച്ച് ആശ്വാസമായി. കാരണം വെച്ചാൽ ഇത് മുമ്പ് ഭയങ്കര കട്ടിയായിരുന്നു, ഇത് ചെയ്യാനില്ലേ കുറച്ച് ടൈറ്റ്നെസ് ആയിരുന്നു. അപ്പോൾ നല്ല സ്മൂത്തായി. ഇത് ആദ്യം ഹൈഡ്രോളിക് ആക്കാമെന്ന് വിചാരിച്ചിരുന്നതാണ്. ഹൈഡ്രോളിക് ഭയങ്കര ബഡ്ജറ്റ് ആയതുകൊണ്ടാണ് ബഡ്ജറ്റ് കുറഞ്ഞ രീതിയിൽ ഇത് ചെയ്തത്. ഇത് 3200 രൂപയാണ് ഈ ഒരു സിസ്റ്റത്തിൻ്റെ വില. ProSpec എന്നാണ് പറഞ്ഞാണ് കമ്പനിയുടെ പേര്. അപ്പോൾ നിങ്ങളെല്ലാം സെർച്ച് ചെയ്ത് പറ്റുമെങ്കിൽ ഇത് വാങ്ങിച്ച് വയ്ക്കുക. നല്ല യൂസാണ്. ഈ ഹിമാലയന് വേണ്ടി മാത്രമല്ല, റോയൽ എൻഫീൽഡിൻ്റെ വണ്ടിക്ക് ബാക്കി എല്ലാ ബൈക്കിനും ഈ ഒരു ProSpec എന്ന് പറഞ്ഞാൽ ഒരു ഈസി ക്ലച്ച് സിസ്റ്റം ഉണ്ട്. ഈ ProSpec എന്ന് പറഞ്ഞാൽ ഈ കമ്പനിക്ക് തന്നെ കുറേ അല്ലാതെ വേറെ പ്രോഡക്റ്റ്സ് ഉണ്ട്. ഈസി ക്രൂസ്, കുറേ പ്രോഡക്റ്റ്സ് അവർ ഇറക്കുന്നുണ്ട്. നിങ്ങളത് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. ഈ ഒരു കമ്പനിയുടെ ഈ ProSpec എന്ന് പറഞ്ഞ കമ്പനിയുടെ വെബ്സൈറ്റ് ഞാൻ ഇതിൻ്റെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പം പ്രത്യേകിച്ച് വേറൊന്നും പറയാനില്ല. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുന്നവർ കൂടുതലുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താലേ ഞാൻ തുടർന്ന് വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് അറിയാൻ പറ്റത്തുള്ളൂ. അപ്പം വേറൊന്നും പറയാനില്ല. ഒരു ലൈക്കും കൂടെ പറ്റുമെങ്കിൽ ഒരു ലൈക്കും കൂടെ തരൂ. അപ്പോൾ ശരി, അപ്പം ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഗുഡ് ബൈ ഫ്രം ജിതിൻ. ടാറ്റ.